ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ജർമ്മനിയിലാണ്. ജർമ്മനിയിൽ ഏതാ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാർഗറ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ ഓരോ ഗ്രാമങ്ങൾ താണ്ടി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, ജർമ്മനിയുടെ മുകൾ ഭാഗത്തേക്ക്. സ്ഥലത്തിൻ്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് പേരാണ് എങ്കിലും മി ബിർച്ച് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. കാരണം ജർമ്മൻ ലാംഗ്വേജിൻ്റെ പ്രൊണൗൺസിയേഷന് വ്യത്യാസമുണ്ട്. ഇതൊക്കെ തന്നെയായിരുന്നാലും ഇതൊക്കെയാണ് നമ്മുടെ റൂട്ട്. അപ്പോൾ നമ്മൾ കാലത്ത് ജർമ്മനിയിൽ ഒരു സ്ഥലത്ത് ലോഡ് ഇറക്കി പൂക്കളായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത ഒരു സ്ഥലത്തും കൂടെ ഇറക്കാനുണ്ട്. അത് ഇന്ന് കാലത്ത് 9 മണിക്ക് ലോഡ് ഇറക്കിയതിന് ശേഷം അവിടെ നിന്നൊരു 2.5 മണിക്കൂർ എന്ന് പറയാനായിട്ട് 180 കിലോമീറ്റർ ഉള്ളൂ. പക്ഷേ സമയം എടുക്കണ റൂട്ടാണ്. കാരണം ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ട്രക്കുകൾക്ക് വന്നിട്ട് 60 സ്പീഡ് ലിമിറ്റ്. അപ്പോൾ നമുക്ക് ഈ റൂട്ട് അറിയാത്തതിൻ്റെ പേരിൽ ഇവിടെ ഓവർടേക്കിങ്ങും പാടില്ല ട്രക്കുകൾക്ക്. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ ആ വണ്ടിയുടെ പുറകെ, അത് ഇവിടുത്തെ വണ്ടി ആയതുകൊണ്ട് സാവധാനം അതിൻ്റെ പുറകെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെ കവർ ചെയ്ത്, ചിലയിടത്ത് 30 സ്പീഡ് ലിമിറ്റ്. അങ്ങനെ വലിയ തിരക്കൊന്നുമില്ലാണ്ട് സാവധാനം. ജർമ്മനിയിലെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ റഡാർ എവിടെ വെച്ചേക്കണം എന്നുള്ളത് അഡ്വാൻസ് ആയിട്ട് അവർ അറിയിക്കില്ല. അപ്പം അതിൻ്റെ പേരിൽ നോക്കിയും കണ്ടു പോയില്ലെങ്കിൽ ഫൈൻ വരും. കുറേ കൃഷി സ്ഥലങ്ങളുണ്ട്. നമ്മൾ മെയിൻ ഹൈവേയിൽ നിന്ന് മാറി ഏകദേശം ഇപ്പോൾ ഒരു 50 കിലോമീറ്ററായി. 50 കിലോമീറ്റർ കഴിഞ്ഞു. ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെയാണ് ആ ഭാഗത്തായിട്ട്, 2 ഭാഗത്തായിട്ടും. നമ്മൾ പോകുന്നതും ഒരു ഗ്രാമത്തിൻ്റെ അകത്തേക്കാണോ എന്നൊരു സംശയമുണ്ട്. എനിക്കറിയില്ല. ഞാൻ ഇവിടേക്ക് ആദ്യമായിട്ട് വന്നതാണ്. ഇന്ന് കാലത്ത് പോയതും അവിടെ ആദ്യമായിട്ടാണ് ഞാൻ പോയേക്കണം. ജർമ്മനിയിൽ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് പൂക്കൾ ഇറക്കാനായിട്ട്, പക്ഷേ ഇവിടെ ആദ്യമായിട്ടാണ്. ട്രക്കുകളാണ് ഈ റോഡിൽ. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാറുകൾക്ക് വന്നിട്ട് 80, ട്രക്കുകൾക്ക് വന്നിട്ട് 60 സ്പീഡ് ലിമിറ്റ് കൊടുത്തതാണ്. ഭൂരിഭാഗം സ്ഥലങ്ങളിൽ വന്നിട്ട് ഓവർടേക്ക് ചെയ്യാനും പാടില്ല.
അതിൻ്റെ പേരിൽ ട്രക്കുകളുടെ പുറകിൽ വണ്ടികൾ ഇങ്ങനെ ഞങ്ങളത് എറിയും വിളിച്ചുകൊണ്ട് സാവധാനം ഉണ്ടാവും. അവന്മാർക്ക് വഴി കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ചടങ്ങ് തന്നെ. ഒരു കണക്കിന് നോക്കി കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് നോക്കാതിരിക്കണം നല്ലത്. നമ്മൾ ഓരോ ഗ്രാമങ്ങളൊക്കെ ഇങ്ങനെ കവർ ചെയ്ത് വലിയ തിരക്കില്ലാത്ത രീതിയിൽ ഈ പാടത്തിൻ്റെ കൃഷി സ്ഥലങ്ങളൊക്കെ ഏകദേശം ഈ താമസിക്കുന്ന ആൾക്കാരുടെ ഇരിക്കും. ചെറിയ ചെറിയ ഇൻഡസ്ട്രിയൽ ഏരിയ ഉണ്ടോ അതിൻ്റെ അകത്ത്. ചെറിയ പുഴകൾ, ചെറിയ ഗ്രാമങ്ങൾ, അവിടെ ഏറ്റവും വലിയൊരു ചെറിയ കുറച്ചും കൂടെ വലിപ്പമുള്ളൊരു ഗ്രാമമുണ്ട്. പേരെന്താണെന്ന് നമുക്കറിയില്ല. Sal de la rotonda por la segunda salida. ഇവിടെ നിന്ന് 2.5 കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു റൗണ്ട് ഉണ്ട്. പുള്ളി അവിടെ നിന്ന് ഹൈവേയിൽ കയറി പോകാൻ നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഈ പുള്ളീനെ ഞാൻ ഓവർടേക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ ഉച്ചയായാലും നമ്മൾ ഒരു പക്ഷേ അവിടെ എത്തിയെന്ന് വരില്ല. ഇതിലെ ഭൂരിഭാഗം പുറകെ കൂടെ വരുന്ന വണ്ടികൾ ഹൈവേയിൽ കയറാനുള്ളതായിരിക്കണം. നമുക്കിത് കഴിഞ്ഞിട്ട് വീണ്ടും ഗ്രാമങ്ങളിലേക്ക് കയറണം.
എന്തോരം വണ്ടികളാണ് ഈ സമയത്ത്. ഇപ്പം എന്ന് പറഞ്ഞാൽ കാലത്ത് 11:30. ഈ സമയത്ത് ഇത്രമാത്രം വണ്ടികളുണ്ടെങ്കിൽ ജോലി സമയത്ത് എന്തായിരിക്കും? ഇവിടുത്തെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ഉണ്ട്. പാർക്കിങ്ങിനൊക്കെ എവിടെയെങ്കിലും കേട്ടൊക്കെ സ്ഥലം കിട്ടും ഇവിടെയൊക്കെ. നമുക്കിനി ഇവിടെ നിന്ന് 46 കിലോമീറ്റർ. ഈ പുള്ളി റൗണ്ടിന്റെ അവിടേക്കാണ് പോണേ. നോട്ടെ, അയ്യോ ഈ പുള്ളി നമ്മുടെ വഴിയാണ്. അല്ല, പുള്ളി അങ്ങനെ കയറി. നമുക്കപ്പോൾ ഇവിടെ നിന്നും നേരെ പോകണം. അത് വളച്ച് കഴിഞ്ഞിട്ട് പോകാതായിരിക്കും നല്ലത്. അപ്പോൾ ഒരു സംഭവം കഴിഞ്ഞു. നമ്മളിപ്പോൾ ഇതുപോലെ വന്നപ്പോൾ 3ാമത്തെ ട്രക്കാണ് നമ്മൾ ഓവർടേക്ക് ചെയ്ത് വരുന്നത്. ഇവിടെ പിന്നെ ഓവർടേക്കിങ് പ്രൊഹിബിറ്റഡ് ആയിരുന്നു. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പ്രൊഹിബിറ്റഡ് ആയിരുന്നില്ല. അപ്പം അതിൻ്റെ പേരിൽ ഓവർടേക്ക് ചെയ്യാൻ പറ്റിയിരുന്നു. പിന്നെ സ്പീഡ് ലിമിറ്റ് മാക്സിമം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 60 കാണിക്കുന്നത്. പക്ഷേ 80 വരെയൊക്കെ പോയാലും വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പോകുമ്പോൾ ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ വണ്ടികളൊക്കെ സൈഡ് ഒതുങ്ങി കിടക്കണമെങ്കിൽ സ്പീഡ് അപ്പം കുറയും. ഇപ്പോഴത്തെ പുതിയ സിസ്റ്റത്തിൽ വലിയ പ്രയോജനം ഇല്ല എന്നാണ് പറയുന്നത്. കാരണം 2 കിലോമീറ്റർ അകലെ നിന്ന് തന്നെ വരുന്ന വണ്ടിയുടെ സ്പീഡ് ഡിറ്റക്റ്റ് ചെയ്യുന്ന പറയുന്നത്. സ്പെയിനിലൊക്കെ ഇപ്പം അങ്ങനെയാണ്, 2 കിലോമീറ്റർ അകലെ. അപ്പോൾ നോക്കിയും കണ്ടും പോയില്ലെങ്കിൽ പണി കിട്ടും. ചെറിയ രീതിയിൽ കുന്നുകളൊക്കെ കയറി ഇറങ്ങി. റൂട്ട് അറിയാമെങ്കിൽ നല്ല രസമായിരിക്കും ഇതിലെ പോകാനായിട്ട്. കാരണം എവിടെയൊക്കെ വളവുകളുണ്ട്, എവിടെയൊക്കെ വണ്ടികളിൽ കയറി വരാം എന്നൊക്കെ വ്യക്തമായിട്ട് അറിയാമെങ്കിൽ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്തു പോകാം. അതേ സമയത്ത് ഇത് അറിയില്ലെങ്കിൽ പ്രിക്കോപ്പേഷൻ കുറച്ച് കൂടുതലായിരിക്കും. ഇനി നമ്മളൊരു ഗ്രാമത്തിൻ്റെ അകത്തേക്ക് കയറണേ. ഗ്രാമങ്ങളിൽ കയറുമ്പോൾ സാധാരണ സ്പീഡ് ലിമിറ്റ് 50. അവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്, അത് കാണുമ്പോൾ ചെറിയ രീതിയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇവിടെ വന്നിട്ട് ഇതൊരു റഡാറാണ്.
50 ഇവിടെ സ്പീഡ് ലിമിറ്റ് കാണിച്ചു വെച്ചാണ്. റോട്ടിൽ അത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു 50. റോട്ടിൽ മർക്കാർ ചെയ്ത് വെച്ചിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട് സ്പീഡ് ലിമിറ്റ് 50. കൺസ്ട്രക്ഷൻസ് ഒക്കെ ഇവിടെയും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗ്രാമം വീണ്ടും വികസിച്ചുകൊണ്ടിരിക്കുകയെന്ന് അർത്ഥം. Sal de la rotonda por la segunda salida por Schwarzwaldstraße. തൊട്ടടുത്ത് ലീതൾ. ഇതാകുമ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ചെറിയ രീതിയിലൊക്കെ ഒരു ഷോപ്പിംഗ് ഒക്കെ നടത്തി പോകാനുള്ള സ്ഥലങ്ങൾ ഉണ്ടാവേണ്ടതാണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ട്രക്കുകൾക്ക് കയറാൻ പാടില്ലെന്ന്. ആള് പൊക്കോളാൻ പറഞ്ഞു. ആള് കൈ കൊണ്ട് പൊക്കോളാൻ പറഞ്ഞാൽ പിന്നെ നമുക്ക് നിൽക്കേണ്ട കാര്യമില്ല. വീണ്ടും 50 റഡാർ വെച്ചിട്ടുണ്ടല്ലോ അവിടെ. അതെ അവിടെ നമുക്ക് കുറച്ചുകൂടെ കുറച്ചിട്ട് പോവാം, അതായിരിക്കും നല്ലത്. ഇതാണ് ആ റഡാർ. അപ്പം അതും അങ്ങനെ തീർന്നു. ചില ഗ്രാമങ്ങളിൽ കയറുമ്പോൾ ട്രക്കുകൾക്ക് 30 എഴുതി വെച്ചിട്ടുണ്ടാവും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രക്കുകൾ പാസ് ചെയ്യുന്ന സമയത്ത് 30 ഏതടിക്കും. ജർമ്മനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു തരത്തിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ എത്തുന്ന സമയം. പണി നടക്കണ്ടാവും, അല്ലെങ്കിൽ ചില റോഡുകൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ 30 പോകണതിന് പകരം 10 പോകും. അപ്പുറത്തെ സൈഡിൽ ആക്സിഡന്റ് എന്തെങ്കിലും വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ ഇപ്പുറത്തെ വണ്ടിക്കാരെ നിർത്തും. ഇവിടെ അങ്ങനെ കുറേ കോമഡികളൊക്കെ ഉണ്ട്. ഹൈവേയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഓരോ അരമണിക്കൂറിലും ഓവറുകളായിരിക്കും. ഓവറുകൾ എന്ന് പറഞ്ഞാൽ റോഡ് പണിയായിരിക്കും. അങ്ങനെ കുറേ കോമഡികൾ. അപ്പം അതിൻ്റെ പേരിൽ ജർമ്മനിക്കൊക്കെ പോകുമ്പോൾ കമ്പനിയിൽ നിന്ന് സാധാരണ ഡബിളാണ് വിടാറ്, 2 ഡ്രൈവർമാർ വിടാറ്. ഇതിപ്പോ രണ്ടാമത്തെ കാസിനോണ് ഞാനിപ്പോ കാണുന്നത്. ഇതൊരു കാസിനോണ്, രണ്ടാമത്തെ കാസിനോണ് കാണുന്നത് പറഞ്ഞ വഴിക്ക്. ചീട്ടുകളിയൊക്കെ ഇവിടെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ടെന്ന് തോന്നുന്നു. അപ്പൊ നമ്മളിന്ന് കാലത്ത് ആദ്യം ഇറക്കിയ സ്ഥലത്ത് ഞാൻ പുള്ളിയെടുത്ത് ഞാൻ പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന സ്ഥലത്തേക്ക് പോകണ്ടേന്ന് പറഞ്ഞു. ആളപ്പം എന്നോട് പറഞ്ഞേ ഒരു കാര്യം ചെയ്യും. അപ്പം ഞാൻ ആദ്യം സംഭവങ്ങൾ ഞങ്ങൾ സെറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഈ കാറോസ് എന്ന് പറയാം, അതായത് ഈ പൂക്കൾ കൊണ്ടുപോകുന്ന സംഭവം. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു അത് രണ്ടാമത് സെറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു ഈ റൂട്ട് കാണിച്ചപ്പോൾ. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ വളവുകളും സംഭവങ്ങളാണ്. അപ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൈക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിയാവും. എന്നിട്ട് ആദ്യം സെറ്റ് ചെയ്ത് പുള്ളി എന്നിട്ട് 2-3 ഇതൊക്കെ എടുത്ത് വേറെ അഡീഷണൽ ആയിട്ട് എനിക്ക് ഇത് ചെയ്ത് തന്നു. അങ്ങനെ ഓരോ നേരം മുകള്. അപ്പൊ നമ്മൾ ആ ഗ്രാമം കവർ ചെയ്തു. ഇനി അടുത്ത ഗ്രാമത്തിലേക്ക് വളഞ്ഞു കയറി പോണം. കുന്നുകളും വളവുകളൊക്കെ അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നു.
ഇനി ഇവിടെ ഞങ്ങളുടെ ഹൈവേ എന്ന് പറഞ്ഞ സംഭവം ഇല്ല. അപ്പം അതിൻ്റെ പേരിൽ ഹൈവേയിലേക്ക് കയറി പോകാനായിട്ട് വണ്ടികളുണ്ടാവില്ല. അതിൻ്റെ പേരിൽ തന്നെ ഇപ്പം ചെക്കിങ്ങിന് സാധ്യത കുറവായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഓവർടേക്കിങ് പ്രൊഹിബിറ്റഡ് ആണ്, പക്ഷേ എങ്കിലും ലൈൻ ഡിസ്കണ്ടിന്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പുറ സൈഡിൽ കൂടെ ചെറിയ റെയിൽ പാളുണ്ട്. ഗ്രാമങ്ങളിൽ നിന്നും സെൻട്രലിലേക്കുള്ള റൂട്ടായിരിക്കുന്നത്. നമുക്കിനി ഇവിടുന്ന് 36 കിലോമീറ്റർ ആണ് പറഞ്ഞത്. എന്നോട് പറഞ്ഞത് ഉച്ചയ്ക്ക് 1 മണിക്ക്. അവിടെ ഒരു വണ്ടി കാണുമ്പോൾ ടെൻഷനാണ്. 80 കുഴപ്പമില്ല. ഉച്ചയ്ക്ക് 1 മണിക്ക് ലോഡ് ഇറക്കണം എന്ന് പറഞ്ഞത്. നമ്മളപ്പോൾ ഒരു 12 മണിയാകുമ്പോഴേക്ക് ഈ പറഞ്ഞ സ്ഥലത്തെത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊരു ഗ്രാമത്തിലേക്കുള്ളതാണ്. പള്ളിയും ചെറിയൊരു ഗ്രാമം. ഇവിടെയൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും, ഉണ്ടാവേണ്ടതാണ്. ഇനി ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ കഴിയുമ്പോൾ അടുത്ത റൂട്ട് എടുക്കണം. അത് ഇതിലും ശോകണമെന്നോ സംശയമില്ല കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും